Today, let us study about empirical formula and molecular formula. Empirical formula. What do you mean by empirical formula? Benzene എന്നൊരു മോളിക്യൂളിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. Benzene is C6H6. ബെൻസീൻ്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH എന്നാണ്. ദിസ് ഈസ് ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ബെൻസീൻ. എന്താണ് ഇത് തമ്മിലുള്ള ഒരു ബന്ധം? CH എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം ബെൻസീൻ എന്ന മോളിക്യൂളിനകത്ത് കാർബണും ഹൈഡ്രജനും 1:1 എന്ന റേഷ്യോയിൽ ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് സിംപിളസ്റ്റ് റേഷ്യോ ആണ്. സിംപിളസ്റ്റ് റേഷ്യോ കാർബണും ഹൈഡ്രജനും 1:1 എന്നുള്ള റേഷ്യോ. എന്നാൽ മോളിക്കുലർ ഫോർമുല ആണ് C6H6. ഇതിനകത്ത് 6 കാർബണും 6 ഹൈഡ്രജനും ഉണ്ട് എന്ന് പറയുന്ന ഫോർമുലയാണ് ഇത്. ഇറ്റ് ഗീവ്സ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ്. ആൻഡ് എംപിരിക്കൽ ഫോർമുല ഗീവ്സ് the simplest ratio of atoms. അതെന്താണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും? എംപിരിക്കൽ ഫോർമുല gives the simplest ratio of various elements present in the molecule. Molecular formula gives the actual number of atoms of various elements. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സിംപിളസ്റ്റ് റേഷ്യോ തരുന്ന ഫോർമുലയും മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് ആക്ച്വൽ ഫോർമുലയുമാണ്. എങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് മോളിക്കുലർ ഫോർമുല കിട്ടുക? ബെൻസീൻ്റെ എംപിരിക്കൽ ഫോർമുല CHനെ 6 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ C6H6 കിട്ടി. എങ്ങനെയാണ് ഈ 6 കിട്ടിയത്? 6 കിട്ടിയത് ബെൻസീൻ്റെ മോളിക്കുലാർ മാസ് 78 ആണ്. ബെൻസീൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് എത്രയാണ്? 12 1 13. എംപിരിക്കൽ ഫോർമുലയിലുള്ള ആറ്റങ്ങളുടെ മാസ് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ നമ്പറാണ് 6. അപ്പോൾ മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ കൊണ്ട് എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. സോ എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N is equal to molecular formula. And what is N? N is equal to molecular mass divided by empirical formula mass. ഇനി എങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടുക? നമുക്ക് പെർസെൻറ്റേജ് കോമ്പസിഷൻ എന്താണെന്നറിയാം. വാട്ട് വാസ് പെർസെൻറ്റേജ് കോമ്പസിഷൻ? പെർസെൻറ്റേജ് കോമ്പസിഷൻ ഈസ് ദ മാസ് ഓഫ് എലമെൻറ്റ് in 100 gram of compound. Mass of element in 100 gram of compound. ഇതിനെ വിളിക്കുന്ന പേരാണ് പെർസെൻറ്റേജ് കോമ്പസിഷൻ. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പെർസെൻറ്റേജ് കോമ്പസിഷൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് കോമ്പസിഷൻ കിട്ടും. പെർസെൻറ്റേജ് കോമ്പസിഷൻ കിട്ടിയാൽ മോളിക്കുലർ എംപിരിക്കൽ ഫോർമുലയിലേക്ക് വരാൻ വേണ്ടി ആദ്യം പെർസെൻറ്റേജ് കോമ്പസിഷനെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് കോമ്പസിഷനെ നമ്മൾ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. എല്ലാ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് ഒരു കോമ്പൗണ്ടിനകത്ത് ആദ്യം ഉള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യുക. എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എലമെൻറ്റ് ഇപ്പോൾ ABC 3 എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ എലമെൻറ്റുകളുടെ പെർസെൻറ്റേജ് കോമ്പസിഷൻ എഴുതുക. X%, Y%, Z% എന്ന് കിട്ടി. ഇവരുടെയൊക്കെ അറ്റോമിക് മാസസ് എഴുതുക. എയുടെ അറ്റോമിക് മാസ് M, ബിയുടെ അറ്റോമിക് മാസ് N, സിയുടെ അറ്റോമിക് മാസ് O എന്ന് വിചാരിക്കുക.
എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാം. റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്. അതിനുവേണ്ടി എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് കോമ്പോസിഷനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ, ഇത് എക്സ് പെർസെൻറ്റേജ് ആയിരുന്നു, ഇതിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിനെ വൈ പെർസെൻറ്റേജ് ആയിരുന്നു, ഇതിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇസഡ് പെർസെൻറ്റേജ് ആയിരുന്നു, അതിനെ ഒ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓരോ നമ്പറുകൾ കിട്ടി. ലെറ്റ് ഇറ്റ് ബി കെ എൽ എം അവിടെ നേരത്തെ എടുത്തിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി എനി നമ്പർ, സ്മോൾ എ ആയിക്കോട്ടെ, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി എന്നിട്ടായിരിക്കും. ഇതിലേറ്റവും ചെറിയ നമ്പർ നോക്കാം. ഇതിലേറ്റവും ചെറിയ നമ്പർ കൊണ്ട് ഓരോ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിതിനെ റേഷ്യോ ആക്കി മാറ്റാൻ പറ്റും. ഇതിലേറ്റവും ചെറിയ നമ്പർ എ ആണെന്ന് വിചാരിക്കുക. എ കൊണ്ട് എല്ലാ നമ്പറിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടും. ആ റേഷ്യോ വെച്ച് എംപിരിക്കൽ ഫോർമുല കിട്ടും. ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും നമുക്ക് മനസ്സിലാകില്ലാത്തത് കൊണ്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്തുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാം. See, this is our problem. An organic compound analysis gave the following composition: carbon 40%, hydrogen 6.6%, and oxygen 53.3%. Calculate the molecular formula of the compound if its molecular mass is 90. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം വന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എലമെൻറ്റ്സ് ഏതാണെന്ന് എഴുതുക. എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. നമ്മളൊരു കോളമാക്കി മാറ്റാം. Make a table like this. എലമെൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ എഴുതും. കാർബൺ എത്ര പെർസെൻറ്റേജ്? 40%. ഹൈഡ്രജൻ എത്ര പെർസെൻറ്റ്? 6.66%. ഓക്സിജൻ 53.34%. ഓക്സിജൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള പെർസെൻറ്റേജിൽ നിന്ന് അത് കുറച്ച് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് എഴുതേണ്ടത് എന്താണ്? അറ്റോമിക് മാസ്. കാർബണിൻ്റെ അറ്റോമിക് മാസ് 12, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1, ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16. ഇനി അടുത്തത് റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്. റിട്ടേൺ എന്താ നമ്മൾ ചെയ്തത്? പെർസെൻറ്റേജ് കോമ്പോസിഷനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എത്ര? 40/12. 40യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് ദം 3.33. 6.66 divided by 1, it is 6.66. 53.34 divided by 16 will get 3.33. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 3.33 ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ നമ്പറുകളെയും അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. സിമ്പിളസ്റ്റ് റേഷ്യോ കിട്ടും. അടുത്ത ലൈനിൽ നമ്മൾ എഴുതുന്നത് സിമ്പിളസ്റ്റ് റേഷ്യോ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് വിത്ത് സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ 3.33 ഡിവൈഡഡ് ബൈ 3.33, 6.66 ഡിവൈഡഡ് ബൈ 3.33, 3.33 ഡിവൈഡഡ് ബൈ 3.33. ഇനി നമുക്കപ്പോൾ റേഷ്യോ സിമ്പിളസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കിട്ടി. 1, 2, 1 റേഷ്യോ കിട്ടി. We can write the empirical formula. C1, hydrogen 2, oxygen 1, C1H2O1. From this we are going to calculate the empirical formula mass. Empirical formula mass 12 plus 2 hydrogen atom ഉണ്ട്, 2 into 1 plus ഒരു oxygen atom 16. What is the empirical formula mass? 16, 18, 28 into 30. Then we have to calculate the N. N എത്രയാണ്? molecular mass divided by empirical formula mass. തന്നിട്ടുണ്ട് molecular mass 90. empirical formula calculate ചെയ്തു 30. We got the number 3.
Then molecular formula is equal to empirical formula into N, that is equal to CH2O into 3, and that is equal to C3H6O3. We got the molecular formula. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? എലമെൻ്റ് ഏതൊക്കെയാണെന്ന് എഴുതി, പെർസെൻറ്റേജ് എഴുതി, അതിന് താഴെ അറ്റോമിക് മാസ് എഴുതി, പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ആ കിട്ടിയ നമ്പറുകളിൽ ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്തു. Then we got the ratio. With that we wrote the empirical formula. Then we calculated the empirical formula mass. Then we divided molecular mass with empirical formula mass. We got the number n. Then multiply empirical formula with n, so we get the molecular formula. This is how we calculate the molecular formula.